യേശുക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാളിനായി നമ്മൾ മതഭേദമന്യേ സഭാഭേദമന്യേ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ആചാരങ്ങളുടെയും എല്ലാം ഒത്തൊരുമയോടെ നടപ്പിലാക്കുന്ന നമ്മളുടെ ഈ മലങ്കര ദേശത്ത് ഇപ്പോൾ നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ വിളക്കുകാലുകളുമേന്തി വിവിധ ഇടങ്ങളിൽ ക്രിസ്മസ് ഗാനങ്ങളും പാടി നടക്കുന്നത് ചില നാടുകളിൽ കാണാൻ സാധിക്കും. അയൽവക്കങ്ങളിലേക്ക് നോക്കുമ്പോൾ മതഭേദമന്യേ നക്ഷത്ര വിളക്കുകൾ തൂക്കിയിരിക്കുന്ന വീടുകൾ കാണാൻ സാധിക്കും. പുൽക്കൂടുകൾ ഒരുക്കിയിരിക്കുന്ന ചില വീടുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വകഭേദങ്ങളില്ലാതെ ഭേദങ്ങളില്ലാതെ വളരെ ഒത്തൊരുമയോടെ ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിക്കുന്ന കേരള മനസ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ എല്ലാ ഉത്സവങ്ങളും ദേശങ്ങളെ ഏറ്റെടുത്താണ് നടത്തിയിരുന്നത്. പള്ളികളുടെ ആയിക്കൊള്ളട്ടെ, ക്ഷേത്രങ്ങളുടെ ആയിക്കൊള്ളട്ടെ, പെരുന്നാളുകളും ഉത്സവങ്ങളും ദേശമേറ്റെടുത്ത് ഒരുപോലെ ആഘോഷിക്കുന്ന ഈ കേരള നാടിൻ്റെ മണ്ണിൽ ക്രിസ്മസ് എന്ന് പറയുന്നതും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെം ഉല്ലാസത്തിൻ്റെയും ദിവസങ്ങളാണ്. അത് വേദപുസ്തകത്തിൽ ക്രിസ്മസിനെ പറ്റി എന്ത് പറയുന്നു എന്ന് ഗ്രഹിച്ചിട്ടോ ക്രിസ്മസിൻ്റെ അർത്ഥമെന്താണ് എന്ന് ഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. കേവലം എല്ലാവർക്കും അറിയാം, യേശു എന്ന ദൈവപുത്രൻ്റെ പിറവി ആണ് ഇതിൻ്റെ ഓർമ്മയ്ക്ക് പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഓർമ്മയിൽ നിന്നുകൊണ്ട് അതിൻ്റെ സൈദ്ധാന്തികവും ചരിത്രപരവുമായ വിശകലനങ്ങൾക്കൊന്നും നിൽക്കാതെ ഇന്ന് നിലവിലിരിക്കുന്ന ആഘോഷങ്ങൾ അത് വിളക്കുമരങ്ങൾ ഒരുക്കിയും നക്ഷത്രക്കാലുകൾ തൂക്കിയും അതുപോലെ സാന്റാക്ലോസിനെ കൊണ്ട് നമ്മളുടെ വീടുകളിൽ ചുറ്റും കറങ്ങി പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും അതുപോലെ വിവിധ ഇടങ്ങളിൽ ഗാനസന്ധികൾ ക്രമീകരിക്കപ്പെട്ടും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ പള്ളികളിൽ ആരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ഒരു ഉത്സവമാണ്. ഉത്സവവും ആഘോഷവുമാണ് സത്യത്തിൽ ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലേക്കൊന്നും തന്നെ ഈ ധ്യാനം കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ധ്യാനം പറയാൻ സാധിക്കുന്നത് ജനം ഒന്നടങ്കം ആഘോഷത്തിലും സന്തോഷത്തിലുമായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വേദപുസ്തകരമായ ധ്യാനം നമുക്ക് പറയുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. വേദപുസ്തകത്തിൻ്റെ ചിത്രീകരണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ നന്നായി അറിയുകയും നന്നായി വളരെയധികം ചിത്രീകരണങ്ങളിലും നാടകങ്ങളിലും ഒക്കെ കാണുകയും ചെയ്യുന്ന രണ്ട് വിവരണങ്ങൾ. ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ വിവരണമാണ്. ഒരു കൊട്ടാരത്തിലേക്ക് നക്ഷത്രം കണ്ടുവരുന്ന വിദ്വാൻമാർ, ആ വിദ്വാൻമാർ നക്ഷത്രം കണ്ട് വന്നിട്ട് യേശുവിൻ്റെ പിറവി അവിടെ അല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് വീണ്ടും നക്ഷത്രത്തിന് പിന്നാലെ പോയി അവർ ശിശുവിനെയും അമ്മയെയും ജോസഫിനെയും ഒരു വീട്ടിൽ പോയി കണ്ട് സമ്മാനങ്ങൾ നൽകി അവിടെ നമസ്കരിക്കുന്ന ഒരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കോസ് എവങ്കലിസ്റ്റിന് എഴുതിയ സുവിശേഷത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നത് കൊട്ടാരത്തിന് സമാന്തരമായി കാണുന്നത് ഒരു വഴിയമ്പലമാണ്. കൊട്ടാരത്തിന് സമാന്തരമായി കാണുന്ന വഴിയമ്പലത്തിൽ അവിടെ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് പോയി കിടക്കേണ്ടി വരുന്നത് ഒരു പശുത്തൊഴുത്തിലാണ്. വീടിലല്ല, പശുത്തൊട്ടിയിലാണ് കിടത്തുന്നത്. ഒരു കാലിത്തൊഴുത്താണ്. കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞ് കിടക്കുന്നു. അവിടേക്ക് വരുന്നത് വിദ്വാൻമാരല്ല, അവിടേക്ക് വരുന്നത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ അവിടേക്ക് വരുന്നത് നക്ഷത്രം കണ്ടിട്ടല്ല, ദേവദൂതന്മാരുടെ അരുളപ്പാട് കേട്ടിട്ടാണ് അവിടേക്ക് വരുന്നത്. ദേവദൂതന്മാർ അടയാളമായി ആട്ടിടയന്മാർക്ക് നൽകുന്നത്, വെളിമ്പ്രദേശത്ത് പാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് നൽകുന്നത് നക്ഷത്രത്തെ അല്ല. അടയാളമായി ലൂക്കോസ് എവങ്കലിസ്റ്റിൻ്റെ വിവരണത്തിൽ നൽകുന്നത് ഒരു ശീലയിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് അടയാളമായി നൽകുന്നത്. ഇവിടെ വലിയൊരു അന്തരാണ്. സത്രവും അല്ലെങ്കിൽ വഴിയമ്പലവും കൊട്ടാരവും തമ്മിലുള്ള വിവരണങ്ങളിലെ വലിയൊരു വ്യത്യാസം. അതുപോലെ തന്നെ വിദ്വാൻമാരും ആട്ടിടയന്മാരും തമ്മിലുള്ള വളരെ സാംസ്കാരികമായും വൈജ്ഞാനികപരമായും താത്വികമായും അവരുടെ നിലയും വിലയും സംബന്ധിച്ചും ജീവിതശൈലി സംബന്ധിച്ചുള്ള വലിയൊരു അന്തരം അവിടെ കിടക്കുന്നു. അതോടൊപ്പം തന്നെ അടയാളം സംബന്ധിച്ചും വലിയൊരു അന്തരം അടക്കമാണ്. ഒരു വിദ്വാനെ സംബന്ധിച്ച് അടയാളം ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. ഒരു വളരെ ഉന്നതമായ അടയാളമാണ്. ഒരു ദാർശനിക
തലത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് ലഭിക്കുന്ന അടയാളമാണ്. ഇവിടെ ലൂക്കോസ് പറയുന്ന അടയാളം എന്ന് പറയുന്നത് ഒരാട്ടിടയനെ കണ്ടാൽ മനസ്സിലാകുന്ന ഒരടയാളമാണ്. ആട്ടിടയൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരടയാളമാണ്. ആട്ടിടയൻ വസിക്കുന്ന വെളിമ്പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു അടയാളമാണ്. ഒരു തൊഴുത്തിലാണ് അടയാളം നൽകിയിരിക്കുന്നത്. പശുത്തൊട്ടിയിൽ കിടക്കുന്ന മനുഷ്യക്കുട്ടിയാണ് അടയാളം എന്നത്. നമ്മളുടെ ധ്യാനം ഫോക്കസ് ചെയ്യുന്നത് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ വിവരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒരു കുഞ്ഞായി ഒരു വീട്ടിൽ ഉരുവാകാൻ വേണ്ടി പോവുകയാണ്. വിശുദ്ധ ജോസഫിൻ്റെയും മറിയയുടെയും കുടുംബം ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വിവരണങ്ങളില്ലാതെ പറയാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലം അത് പൂർണ്ണമായി അങ്ങനെ പറയാൻ സാധിക്കുമോ? കന്യകയുടെ ഗർഭധാരണമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ ഇവരിപ്പോൾ ഒരു കുടുംബമായിട്ടാണ് ഇവരിപ്പോൾ ഈ യാത്രയിലായിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയിലാണ് ഈ പിറവി സംഭവിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പേറിയ ഒരു മറിയ തൻ്റെ ശരീരത്തിൽ ആ കുഞ്ഞിനെ വഹിച്ചിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന ദൈവകുഞ്ഞാടിനെ ഏറ്റെടുക്കുന്ന മറിയ, ആ ഭാരം മറിയ ലോകഭാരം ചുമക്കുന്ന കുഞ്ഞാടിനെ വഹിക്കുന്ന മറിയ, ആ മറിയയെ ഏറ്റെടുക്കുന്ന ജോസഫ്. യേശുവിന് ലോകത്തിൻ്റെ ഭാരം ചുമക്കാൻ ഒരിടം യേശുവിനുണ്ട്. യേശുവിനെ വഹിക്കുവാനുള്ള ഒരിടം തനിക്കുണ്ട് എന്ന് മറിയ പറയുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഈ മറിയയെ ഉൾക്കൊള്ളാനുള്ള ഇടം എൻ്റെ ഹൃദയത്തിനുണ്ട് എന്ന് പറഞ്ഞ് ജോസഫ് ഈ മറിയയെ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇവർ ഈ ഏറ്റെടുക്കലുകളുടെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ഭാരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഈ ദൈവികമായ പദ്ധതിയിൽ ഇവരിപ്പോൾ വന്ന് മുട്ടിയിരിക്കുന്നത് ഒരു വഴിയമ്പലത്തിൻ്റെ മുന്നിലാണ്. വഴിയമ്പലത്തിൽ വന്ന് മുട്ടി വിളിക്കുമ്പോൾ അവിടെ എന്ത് മറുപടി എന്നൊന്നും പറയുന്നില്ല. അവിടെ സ്ഥലമില്ലായകയാൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി പശുത്തൊട്ടിയിൽ കിടത്തി എന്നതാണ്. സ്ഥലമില്ലായ്മ ഒരു സത്രത്തിൽ, സത്രം എന്നതൊരു സ്ഥലമാണല്ലോ. സത്രം എന്നത് സുരക്ഷിതമായി വിശ്രമിക്കുന്നതിനുള്ള വിശാലമായ സ്ഥലമാണ്. ഈ സത്രത്തിൽ ആളുകളാണുള്ളത്, മനുഷ്യരാണുള്ളത്. എല്ലാവരും മറിയയെ പോലെ ഈ ഭാരമൊക്കെ ചുമന്ന് ഒരു പ്രസവിക്കാൻ വേണ്ടിയിട്ടോ പ്രസവിച്ചിട്ടോ വന്നിട്ടുള്ള ആളുകളല്ല. അവിടെ എല്ലാവരും വന്ന് ഈ സത്രത്തിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറിയയ്ക്ക് കൂടെ കൊടുക്കാനായിട്ട് സ്ഥലമില്ല എന്നാണ് അർത്ഥം. നമ്മളിപ്പം ചിലർ വന്നിട്ട് എന്തെങ്കിലും പണമൊക്കെ കടം ചോദിക്കുമ്പോൾ നമ്മൾ പറയും പണമില്ല എന്ന് പറയും. പണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പണമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളുടെ ആ പറയുന്നതിൻ്റെ പണമില്ല എന്ന് പറഞ്ഞാൽ പണം നിനക്ക് തരാനായിട്ട് എനിക്കില്ല എന്നുള്ളതാണ്. മറിയയെ ഇനി ഇത്രയും വിഷമിച്ച് നിങ്ങൾ കുടുംബമായി ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ സത്രത്തിൽ നിങ്ങൾക്ക് തരാനായിട്ട് സ്ഥലമില്ല. കാരണം ഇവിടെ പൂർണ്ണമായും മറ്റുള്ളവർക്ക് ഈ സ്ഥലം അലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. എല്ലാവരും ഈ സ്ഥലം വിഭാഗിച്ചെടുത്തിരിക്കുന്നു. അവരവർക്ക് വേണ്ട സ്ഥലം അവരവർ എടുത്തിരിക്കുന്നു. ഇനിയും പുതിയ ഒരാളെയും കൂടെ ഉൾക്കൊള്ളാനായിട്ട് സ്ഥലമില്ല എന്നതാണ് ഈ മറിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തിരസ്കരണമാണ്. തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഭർത്താവ്, അതുപോലെ ഒരു ദൈവം, എന്നാൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കുടുംബത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, പ്രസവ വേദനയോടെയോ പ്രസവിച്ച് കഴിഞ്ഞുള്ള അസ്വസ്ഥതകളോടോ നിൽക്കുന്ന മറിയ എന്ന അമ്മയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സത്രം. സ്ഥലമുണ്ട്, പക്ഷേ ഈ മറിയയെ ഉൾക്കൊള്ളാൻ വേണ്ട സ്ഥലമില്ല. അല്ലെങ്കിൽ ആ സത്രത്തിൽ നിന്ന് മറിയയ്ക്ക് വേണ്ടി ഒന്ന് ഒഴിഞ്ഞു മാറിക്കൊടുക്കാനായിട്ട് ഉള്ള വിശാലമായ മനസ്സും കരുണയുമുള്ള വ്യക്തികൾ ആ സത്രത്തിലില്ലായിരുന്നു പറയാം. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ട ചോദ്യം, മറിയയ്ക്ക് ഈ സത്രത്തിൽ സ്ഥലം കിട്ടാതെ പോകുന്നത് ശരിക്കും സ്ഥലമില്ലായ്മയാണോ കരുണയില്ലായ്മയാണോ എന്നുള്ളതാണ്. സ്ഥലമില്ലായ്മയാണോ പ്രശ്നം, കരുണയില്ലായ്മയാണോ പ്രശ്നം? ഈ ചുറ്റുപാടുകളിൽ എവിടെയാണ് സ്ഥലമില്ലായ്മ? ഈ ഭൂമിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്ന് പറയുന്നത്? ഇടമില്ലാഞ്ഞിട്ടാണോ ഇടം കിട്ടാഞ്ഞിട്ടാണോ എന്നുള്ളതാണ്. മറിയയ്ക്ക് ലഭ്യമാകാതെ പോകുന്ന ഒരിടം, അതുപോലെ തന്നെ ഈ മറിയയുടെ പുത്രൻ വളർന്നു വരുമ്പോഴും ഈ തലചായ്പാൻ ഇടമില്ലാതെ പോകുന്നു എന്നതാണ്. അങ്ങനെ തലചായ്ക്കാൻ പോലും ഇടമില്ലാതെ പോകുന്ന ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ ലൂക്കോസ് എവങ്കലിസ്റ്റൻ നൽകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. കരുണയില്ലാത്ത ഒരു ലോകത്തിൽ പലർക്കും ഇടം നഷ്ടപ്പെടുന്നു എന്നതാണ്.
ഇന്ന് അവിടെ നടത്തിയ ഒരു മുൻഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നവർക്ക് സ്ഥലം അലോട്ട് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് നോക്കുമ്പോൾ അത് വളരെ നീതിയായിട്ട് തോന്നും. ഇതൊരു മത്സരം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആദ്യം ഓടിയെത്തുന്നവരെ മിടുക്കന്മാരായി അംഗീകരിക്കുകയും ആ മിടുക്കന്മാർക്ക് പ്രോത്സാഹനമായി അഭിനന്ദനമായി ഇരിക്കാനുള്ള സ്ഥലമായി എന്നുള്ളതാണ്. ജീവിതമാകുന്ന പന്താവിൽ ഓടുന്നതിൽ ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. ഓട്ടക്കാരൻ വളരെയധികം വെയിറ്റ് വളരെയധികം കുറച്ച്, ലഗേജൊക്കെ വളരെയധികം കുറച്ച്, ഒന്നുമില്ലാതെ ഏറ്റവും ഫ്രീ ആയിട്ട് ഓടുന്ന ആളാണ് ഏറ്റവും മുൻപിൽ എത്തുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മറിയ വന്നിരിക്കുന്നത്, മറിയയുടെ കുടുംബം വന്നിരിക്കുന്നത് ഭാരവുമായിട്ടാണ്. മുൻപേ ഓടി സത്രത്തിലെത്താനുള്ള ഒരു പ്രാപ്തിയില്ല. കാരണം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവികമായ നിയോഗം ഏറ്റെടുത്ത് ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും, സ്വന്തം ഭാരങ്ങളെല്ലാം മറന്ന് ലോകത്തിൻ്റെ ഭാരം കൂടെ ചുമലിലേറ്റ് യാത്ര ചെയ്യുന്ന ഒരു കുടുംബം വളരെ പതുക്കെയാണ് സത്രത്തിലെത്തുന്നത്. അല്ലെങ്കിലും നമ്മളുടെ വീട്ടിലായിക്കൊള്ളട്ടെ, നാട്ടിലായിക്കൊള്ളട്ടെ, നമ്മളുടെ വീട്ടിൽ എല്ലാ ഭാരവും ചുമലിലേക്ക് നാൾ വളരെയധികം പതുക്കെ ആയിരിക്കും യാത്ര ചെയ്യുക. ഒരു ഭാരവും ഉത്തരവാദിത്വവും ഏൽക്കാതെ ചിലർ ഓടിക്കളിച്ച് നടക്കുന്നത് കാണാൻ സാധിക്കും. അവരൊക്കെ ചിലപ്പോൾ മുൻപേ അവരവരുടെ കാര്യം നേടി മുൻപോട്ട് പോയേക്കാം. എന്നാൽ ഈ ചുറ്റുപാടുള്ള വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് നടക്കുന്ന നമ്മുടെ ചില കുടുംബാംഗങ്ങൾ, നമ്മളുടെ ചില മക്കൾ, നമ്മളുടെ ബന്ധത്തിലുള്ള ആൾക്കാർ, നമ്മളുടെ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ചിലർ, അവരൊക്കെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ നടക്കുന്ന ആളുകളുടെ അത്രയും വേഗത്തിൽ മുന്നിലെത്തണമെന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ സത്രത്തിൻ്റെ പ്രമാണം അനുസരിച്ച് മുൻപേ എത്തിയവർക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കുകയും പിന്നിലെത്തിയിരിക്കുന്ന മറിയയ്ക്കും കുടുംബത്തിനും അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ സുരക്ഷിതമായി കഴിയുകയാണ്. സത്രം എന്നത് നമ്മളുടെ ഒരു സ്വകാര്യ ഇടമാണ്, നമ്മുടെ സ്വന്തമല്ല എങ്കിലും സത്രത്തിൽ ഇപ്പോൾ ഉള്ളിലായിരിക്കുന്ന മനുഷ്യരും പുറത്തായിരിക്കുന്ന ഒരു കുടുംബവുമാണ്. ഉള്ളിലായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ന് വിശ്രമിക്കാൻ വേണ്ട എല്ലാ സുഖവും അവർക്ക് വേണ്ടത് ആ പാക്കേജിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ തങ്ങളുടെ പാക്കേജ് ഉപേക്ഷിച്ചാൽ മാത്രമേ മറിയയ്ക്ക് ഈ അവസരം ലഭിക്കുകയുള്ളൂ. നമുക്കറിയണം, ഇവിടെ ഒരു മനുഷ്യനെങ്കിലും അല്ലെങ്കിൽ ഒരു കുടുംബമെങ്കിലും ഞങ്ങൾ ആരും മറിയയുടെ അത്രയും ക്ലേശം അനുഭവിക്കുന്നില്ല എന്നൊരു കാരണത്താൽ തന്നെ ഈ സത്രത്തിൽ ഒരു ഒഴിവിടം കൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കുടുംബം പശു തൊഴുത്തിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും നമ്മളുടെ സുഖം നഷ്ടപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം അത് കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, അമ്മമാരായിക്കൊള്ളട്ടെ, അവരൊക്കെ കന്നുകാലികളുടെ കൂടെ കിടക്കേണ്ടതായി വരുന്നു. ഇതൊരു അടയാളമായിട്ടാണ് പറയുന്നത്. ക്രിസ്മസ് നൽകുന്ന, ലൂക്കോസ് എവെങ്കലിസ്റ്റ് നൽകുന്ന ക്രിസ്മസിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുമസിൻ്റെ അടയാളം ഇടം നിഷേധിക്കപ്പെട്ട ഒരമ്മയും കുഞ്ഞുമടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇടം നിഷേധിക്കപ്പെട്ടതിൻ്റെ അടയാളമായി ഒരു മനുഷ്യക്കുട്ടി പശുത്തൊട്ടിയിൽ കിടക്കുന്നു എന്നതാണ്. മനുഷ്യക്കുട്ടി മനുഷ്യരുടെ ഇടയിൽ പാർക്കേണ്ടതായിരുന്നു. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവം മനുഷ്യനായി ജഡം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ജഡം ധരിച്ച് കന്നുകാലികളുടെ ഇടയിൽ പാർത്തു എന്ന, മനുഷ്യരുടെ ഇടയിൽ ഇടമില്ലാഞ്ഞ് ഇവിടെ കിടന്നു. പിന്നെ എങ്ങനെയാണ് ജനത്തിൻ്റെ ഇടയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിക്കും. ഒരു കുടുംബം അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കന്നുകാലികളുടെ ഇടയിൽ നിന്ന് ജനത്തിൻ്റെ ഇടയിലേക്ക് ഈ ദൈവത്തിനെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ഒരു കുടുംബം എത്രത്തോളം ത്യാഗം സഹിക്കുന്നു എന്നത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലും അവരുടെ പാലായനത്തിൻ്റെ കഥകളിലും ഒക്കെ നമുക്ക് കാണാനായി സാധിക്കുന്നു എന്നതാണ്. പ്രിയരെ, ഇതൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം നമ്മളുടെ സുഖം ഉറപ്പാക്കുമ്പോൾ ആരുടെയൊക്കെയോ സുഖങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ കയറി നിൽക്കുന്നു. പക്ഷേ അവിടെ എല്ലാവരും കുഞ്ഞിനെ എടുത്തുകൊണ്ടല്ല ഇരിക്കുന്നത്. ആ അമ്മയ്ക്കും കുഞ്ഞിനും ഇരിക്കാൻ സ്ഥലമില്ലായകയാൽ അവിടെ നിൽക്കുകയാണ്. അവരിങ്ങനെ ആടിയും തൂങ്ങിയും ഒക്കെ വീഴാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ പറയുന്നു അമ്മയ്ക്ക് കുഞ്ഞിരിക്കാൻ സ്ഥലമില്ല. പക്ഷേ ആ ഇരിക്കുന്നവരെല്ലാം, ആ സീറ്റ് 45 സീറ്റിലും ഇരിക്കുന്നവരെല്ലാവരും അമ്മയും കുഞ്ഞുങ്ങളുമല്ല. അവരെല്ലാവരും എഴുന്നേൽക്കാൻ പറ്റാത്തവരല്ല. പക്ഷെ അവരാരും അവരുടെ സുഖം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ ചിലരൊക്കെ എഴുന്നേറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലരൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്ന വളരെ വിശാലമായ മനസ്സുള്ള ആൾക്കാരുള്ളതുകൊണ്ട് അവരൊക്കെ ഈ അമ്മയും കുഞ്ഞും ഒക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. അതുപോലെ വൃദ്ധർ, സീനിയർ സിറ്റിസൺസിൻ്റെ സീറ്റ് എല്ലാ വണ്ടിയിലും ഉണ്ട്. പക്ഷേ വൃദ്ധരായ ആൾക്കാർ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ വളരെ ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. അവർക്ക് വേണമെങ്കിൽ എഴുന്നേൽക്കാം. എഴുന്നേറ്റാൽ ഒരു വൃദ്ധൻ അവിടെ ഇരിക്കും. 5 മിനിറ്റ് നിന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. 20 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ദൂരങ്ങളിലാണ് മിക്ക വിദ്യാർത്ഥികളും പഠിക്കുന്നത്, ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്നത്. പക്ഷേ അവരെല്ലാവരും മണിക്കൂറുകൾ ഇരുന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയിലും മൂഡിലുമാണ് ഇരിക്കുന്നത്. എന്നാൽ
നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയെത്ര ഇടങ്ങൾ, നമ്മൾ ചില ക്യൂകൾ തെറ്റിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ധാരാളം ആൾക്കാർ നിൽക്കുകയാണ്, നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ മുൻപേ കയറി ഡോക്ടറെ കാണുകയാണ്. നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ല, എന്നേക്കാൾ ആവശ്യമുള്ളവരോടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നില്ല. എനിക്ക് സാമർഥ്യമുണ്ട്, എനിക്ക് പിടിഭാഗമുണ്ട്, അതുകൊണ്ട് എൻ്റെ സ്ഥലം ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഒരു മത്സര ബുദ്ധിയോടെയുള്ള നമ്മളുടെ സമീപനം ഒരു സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സംസ്കാരത്തെയാണ് ഈ വഴിയമ്പലം പ്രതിദാനം ചെയ്യുന്നത്. ഈ വഴിയമ്പലം ഈ ലൂക്കോസിൻ്റെ വളരെ 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 ബിംബമാണ്. ഈ വഴിയമ്പലം സൂചിപ്പിക്കുന്നത് അവനവൻ്റെ സുഖം മാത്രം ഉറപ്പാക്കി അതെത്രയും നന്നായി പരിരക്ഷിച്ച് മറ്റുള്ളവരുടെ അസ്വസ്ഥതകളെയും ആവശ്യങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രേരണയാണ്. ആ ഒരു സംസ്കാരത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു സത്രമാണ് ഒരു അടയാളം ഈ ക്രിസ്മസ് സൃഷ്ടിച്ചിരിക്കുന്നു. ആ അടയാളം പുൽക്കൂട്ടിലെ യേശു എന്നതാണ്. നമുക്കിന്ന് വീടുകളിൽ ക്രിസ്മസ് ഒരുങ്ങുമ്പോൾ പുൽക്കൂടില്ലാതെ എന്തോ ഒരു കുറവ് പോലെയാണ്. എല്ലായിടും പുൽക്കൂട്. ഈ പുൽക്കൂട് എന്തിൻ്റെ അടയാളമാണെന്ന് ചോദിച്ചാൽ എൻ്റെ സ്വാർത്ഥതയുടെ അടയാളമാണ്. എന്നെപ്പോലെയുള്ള ഒരു കൂട്ടം മനുഷ്യർ സ്വന്തം സുഖം മാത്രം ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഒരു മനുഷ്യക്കുഞ്ഞ് കാലുകളിടയിൽ അന്തി ഉറങ്ങേണ്ടി വന്നു എന്നതാണ്. പ്രിയരെ, നമ്മളുടെ നാട്ടിൽ ആരൊക്കെയാണ് നമ്മളുടെ സുഖങ്ങൾക്ക് വേണ്ടി ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏൽക്കാത്തത് കൊണ്ട് ഈ ലോകത്ത് ഇപ്പോഴും ഈ അടയാളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അമ്മയും കുഞ്ഞും ഒക്കെ വഴിയിൽ കിടക്കുകയാണ്, ആരും നോക്കുവാനില്ലാതെ കിടക്കുകയാണ്. നമ്മൾ മൃഷ്ടാനം കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, മറ്റൊരാൾ പട്ടിണിയിരിക്കുന്നതിനെ പറ്റി ഒരു ദുഃഖമുണ്ടാകുന്നില്ല, മറ്റുള്ളവർ വിശന്നിരിക്കുന്നതിനെ പറ്റി നമുക്ക് ഒരു ആകുലത ഉണ്ടാകുന്നില്ല. നാം ഇഷ്ടം പോലെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മളുടെ വീട്ടിൽ ഇഷ്ടം പോലെ വസ്ത്രമൊക്കെ വാങ്ങിക്കൂട്ടി കഴുകാതെയും കഴുകിയും ഒക്കെ ഉപയോഗിക്കുന്ന ഈ നാളിൽ നമ്മളൊരിക്കലും അങ്ങനെ ഇല്ലാത്തവനെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മളതിന് ധാരാളം ന്യായങ്ങളാണ് പറയുന്നത്. ഈ പ്രളയ കാലയളവിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ നമ്മളുടെ കേരള സമൂഹത്തിൻ്റെ നന്മയെ തട്ടി ഉണർത്തിയ ഒരു സംഭവങ്ങൾ ഈ പ്രളയ നാളുകളിൽ സംഭവിച്ചത്. ധാരാളം ആൾക്കാർ സ്വയം ചിന്തിച്ചിരുന്നു, എനിക്ക് ജീവിക്കാൻ ഞാൻ മാത്രം മതി എന്ന് ചിന്തിച്ചിരുന്നു. അവർ വലിയ മതിലൊക്കെ കെട്ടി, ഗേറ്റൊക്കെ ഇട്ട്, അയൽവക്കങ്ങളുമായിട്ടൊന്നും യാതൊരു സംസാരവും ഇല്ലാതെ TV ചാനലും അതുപോലെ ഇൻ്റർനെറ്റും ഒക്കെയായി വിദേശത്തുള്ള മക്കളുമായിട്ട് മാത്രം സംസാരിച്ച് മരുന്നും മന്ത്രവുമായി പെരയ്ക്കകത്ത് തന്നെ കടന്ന ആൾക്കാരൊക്കെ, അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ എത്തിയത് സാധാരണക്കാരായ ആൾക്കാരായിരുന്നു. ഒരുപക്ഷെ ഈ ആട്ടിടയന്മാരെ പോലെയുള്ള ആട്ടിടയന്മാർ ദൈവശബ്ദം കേട്ടു എന്ന് പറയുന്നത് പോലെ ഇവരെ രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം, ഈ ഭൂമിയിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്നറിഞ്ഞ് ധാരാളം ചെറുപ്പക്കാരും ധാരാളം സാധാരണ തൊഴിലാളികളും അവരുടെ ആസ്തിയും ജീവിതവും എല്ലാം തൃണവൽഗണിച്ച് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ഇറങ്ങി പുറപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും ഭയപ്പെടാതെ പലരും ഇതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിച്ച് പലരുടെയും ജീവൻ നഷ്ടമായി, പലരുടെയും ജീവൻ രക്ഷപ്പെടുത്തിയെടുത്തു എന്നത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയാണ് ഈ ഇടം നഷ്ടപ്പെടുത്താതെ സ്വകാര്യ സുഖവുമായി ബന്ധപ്പെട്ട് മാത്രം കഴിയുന്ന ഒരു സത്ര സംസ്കാരത്തിന് പുറത്ത് കാണുന്ന ഒരു പശുത്തൊട്ടിയുടെ ഇടം, അല്ലെങ്കിൽ ആട്ടിടയന്മാർ താമസിക്കുന്ന വെളിംപ്രദേശം, അവരുടെ ഒരു സംസ്കാരം, അവർ ഉടനെ ദൈവശബ്ദം കേൾക്കുന്ന വെളിംപ്രദേശത്തിലെ ആട്ടിടയന്മാർ, സത്രങ്ങളിലല്ല ദൈവശബ്ദം, സുരക്ഷിതമായി കഴിയുന്ന സത്രങ്ങളെക്കാൾ വെളിംപ്രദേശത്തിൽ കാണുന്ന ദൈവസാന്നിധ്യം, പശുത്തൊട്ടിയിൽ കാണുന്ന ദൈവപുത്രൻ്റെ സാന്നിധ്യം, ഇത് വളരെ വ്യക്തമായി ശക്തമായി ഈ വർഷത്തെ ക്രിസ്തുമസിൽ നാം ധ്യാനിക്കേണ്ടതാണ്. പ്രത്യേകമായി ഒരു പ്രളയത്തിലൂടെ നമ്മളുടെ ദേശത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു സംഭവത്തിന് ശേഷം വരുന്ന ഈ ക്രിസ്തുമസിൽ വെളിംപ്രദേശങ്ങളിൽ ദൈവശബ്ദം കേൾക്കുന്ന ഇടയന്മാർ, സാധാരണ ആൾക്കാർ, അവരുടെ മധ്യത്തിലുള്ള ദൈവപുത്രൻ്റെ സാന്നിധ്യം, അവർക്ക് ചെന്നുപറ്റാൻ സാധിക്കുന്ന ഇടത്തിലുള്ള പിറവി, വാസം, ഇത് എന്തിനു ബദലായി നിൽക്കുന്നു ചോദിച്ചാൽ, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ പാർക്കുന്ന വഴിയമ്പലങ്ങൾക്ക് ബദലായി വെളിംപ്രദേശം നിൽക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നാം ദൈവത്തെ എവിടെയാണ് അന്വേഷിക്കുന്നത് എന്ന് നാം ഓർക്കണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരത്തിനുള്ള വെല്ലുവിളിയാണ് ക്രിസ്മസ്. യേശു പിറന്നു എന്ന് പറയുമ്പോൾ പുൽക്കൂട് ഒരു അടയാളമാണ്. ആ പുൽക്കൂട് നമ്മുടെ സ്വാർത്ഥതയുടെയും നിഷേധത്തിൻ്റെയും മനുഷ്യനോട് കാണിക്കാത്ത കരുണയുടെയും നമ്മളുടെ ഹൃദയം കല്ലുപോലെ ആയിരിക്കുന്നതിൻ്റെയും മനസ്സലിവില്ലാത്തതിൻ്റെയും വ്യക്തമായ അടയാളമാണ് ഈ പുൽക്കൂടും യേശുവിൻ്റെ പിറവിയും എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്.
മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഒരു 4 പേരടങ്ങുന്ന ഒരു സംഘം കുട്ടികൾ, അവർക്ക് കുറേ ചോക്ലേറ്റ്സ് നൽകുകയാണ്. എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ്സ് ആണ്. 4 പേർക്ക് 4 ചോക്ലേറ്റ് ലഭിച്ചു. ഈ 4 പേരിൽ ഒന്നാമത്തവൻ രണ്ടാമത്തവൻ്റെ കയ്യിലിരുന്നത് തട്ടിപ്പറിച്ച് അവൻ 2 കൂടെ അങ്ങ് തിന്നുകയാണ്. അതൊരു സംസ്കാരമാണ്. അടുത്തിരിക്കുന്നവൻ്റെയും കൂടെ തട്ടിപ്പറിച്ചിട്ട് 2 തിന്നുകയാണ്. അപ്പോൾ രണ്ടാമത്തവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നാമത്തവൻ ഇത് 2 കൂടെ വായിലിട്ട് ചവച്ച്, ഭയങ്കര രസം അവൻ 2 ചോക്ലേറ്റ് തിന്നുന്നതിൻ്റെ രസം, അതുപോലെ തന്നെ തൻ്റെ അടുത്തിരിക്കുന്നവൻ അവൻ കരയുന്നതിൻ്റെ, അവനെ തോപ്പിക്കാൻ പറ്റി, അവനെ തട്ടിപ്പറിക്കാൻ പറ്റി എന്നതിൻ്റെ ഒരു സന്തോഷം. ഇതിന് പറയുന്നത് വികൃതം എന്നാണ്. വളരെ വികൃതമായ ഒരു സംസ്കാരമാണ് ആ ഒന്നാമത്തെ കുട്ടി കാണിച്ചത്. ഒരു വികൃതി എന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റേത് താൻ തിന്നുന്നു എന്നതിനപ്പുറമായി അടുത്തവൻ്റെയും കൂടെ തട്ടിപ്പറിച്ച് തിന്നുകയും അവൻ്റെ കരച്ചിൽ ആസ്വദിക്കുകയും അവൻ്റെ ചോക്ലേറ്റും കൂടെ തിന്നുന്നതിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കണ്ടെത്തുന്ന ഒരു സംസ്കാരം, വളരെ വികൃതമായ സംസ്കാരമാണ്. എന്നാൽ ഇനി മൂന്നാമത്തവനാകട്ടെ, മൂന്നാമത്തെ പയ്യൻ, അവൻ ആരുടെയും തട്ടിപ്പറിച്ചൊന്നുമില്ല. അവൻ മറ്റവൻ കരഞ്ഞതൊക്കെ കാണുന്നുണ്ട്, ഇവൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലെന്നുള്ളതാണ്. അയാൾ ഇതിനകത്തൊന്നും ഇടപെടാതെ അവൻ്റെ ചോക്ലേറ്റ് നന്നായി കയ്യിൽ ഹോൾഡ് ചെയ്യുകയും അതെടുത്ത് അവൻ നന്നായി അവൻ്റെ വായിൽ തന്നെ ഇട്ട് അവൻ തന്നെ ആസ്വദിക്കുകയും ചെയ്യുന്നു. അവൻ ആരുടെ എടുത്തിട്ടില്ല, അവൻ ആരോടും തെറ്റ് ചെയ്തില്ല. അവന് കിട്ടിയ ചോക്ലേറ്റ് സ്വയമായി തിന്ന് അവൻ ആസ്വദിക്കുകയാണ്. അതിനെ പ്രകൃതം എന്നാണ്. അതിന് പ്രത്യേകമായിട്ടൊന്നുമില്ല, വളരെ ന്യൂട്രൽ വാല്യൂ ആണുള്ളത്. അവൻ ആരുടെ എടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. അങ്ങനെ തന്നിഷ്ടം മാത്രം, എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുന്നു, എൻ്റെ കയ്യിലിരിക്കുന്നത് പോകാതെ ഞാൻ നോക്കുന്നു, എൻ്റെ കയ്യിലിരിക്കുന്ന സുഖം നഷ്ടപ്പെടുത്താതെ നോക്കുന്നു, അത് ഞാൻ തന്നെ ആസ്വദിക്കും എന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ധാരാളം മിടുക്കന്മാരടങ്ങുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദ്യത്തെ ആളെ നമ്മളൊക്കെ വിമർശിക്കും, രണ്ടാമത്തെ ആളെ നമ്മൾ വളരെയധികം മിടുക്കനായ കുട്ടിയായിട്ടാണ് ചിന്തിക്കുക. കാരണം കയ്യിലുള്ള നന്മകളൊക്കെ നഷ്ടപ്പെടുത്താതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ അവനവന് വേണ്ടതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വെറുതെ അനാവശ്യമായി മുട്ടായി തട്ടിപ്പറിച്ചതിനകത്ത് വഴക്കുണ്ടാക്കുകയോ തട്ടിപ്പറിക്കാത്തവനെ ആശ്വസിപ്പിക്കാൻ പോവുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതൊരു പ്രകൃതം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം. എന്നാൽ ഇതിനകത്ത് നാലാമത്തെ കുട്ടി, അവൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് ഉണ്ട്. അവൻ പക്ഷേ ഈ ചോക്ലേറ്റ് 2ആയിട്ട് പകുത്തിട്ട് അതിൻ്റെ പകുതി ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടിക്ക് കൊടുക്കുകയും ഇവൻ അതിൻ്റെ പകുതി കഴിക്കുകയും ചെയ്യുകയാണ്. ഇത് കഴിയുമ്പോൾ ഈ 3 പേർക്കും ഇപ്പോൾ ഈ 4 പേർക്കും ചോക്ലേറ്റ് കിട്ടി. 2 പേർക്ക് 50-50 ആണ് കിട്ടിയിരിക്കുന്നത്, പകുതിയാണ് കിട്ടിയിരിക്കുന്നത്, ഹാഫ് പോർഷനാണ്. ഒന്നാമത്തെ ആൾക്ക് 2 കിട്ടിയിരിക്കുന്നത്, മൂന്നാമത്തെ ആൾക്ക് 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം മാനം നോക്കുമ്പോൾ ഈ മുട്ടായി പങ്കിട്ട് കഴിച്ച 4ാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയുന്നത് സുഹൃതം എന്ന് പറയുന്നത്. സുഹൃതം എന്ന് പറയുന്നത് തൻ്റേത് താൻ തന്നെ ആസ്വദിക്കുക എന്നുള്ളതല്ല, അതാ സത്രത്തിൻ്റെ സംസ്കാരമാണ്. ഇതിനകത്ത് ഈ 2ാമത്തവൻ കാണിച്ചതാണ് സത്രത്തിൻ്റെ സംസ്കാരം. സത്രം അല്ലെങ്കിൽ അത് അവൻ്റെ സുഖം ഒന്നും കളയുവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആരുടെ ഒന്നും തട്ടിപ്പറിക്കുന്നൊന്നുമില്ല, സ്വന്തം സുഖം സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ 4ാമത്തവൻ കാണിക്കുന്ന സുഹൃതം എന്ന അവസ്ഥ. മറ്റുള്ളവന് പങ്കിടുന്നതിലുള്ള ആനന്ദമാണ്. ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്നവൻ്റെ മുഖം വിടരുന്നതനുസരിച്ച് ഈ മുട്ടായി പങ്കിട്ടവൻ്റെ മുഖം വിടരുന്നുണ്ട്. അതിനകത്ത് അവനൊരു സുഹൃതം അനുഭവിക്കുന്നുണ്ട്, അതിനകത്ത് ഒരു സംതൃപ്തി അനുഭവിക്കുന്നുണ്ട്. അത് തൻ്റെ മുട്ടായി താൻ തന്നെ തിന്നവന് ലഭിച്ച സന്തോഷമല്ല, തൻ്റേതും മറ്റുള്ളവൻ്റെ കൂടെ തട്ടിപ്പറിച്ച് ഇരട്ടി തിന്നവൻ്റെ സന്തോഷവുമല്ല, ഇതിൽ നിന്നും വാങ്ങിച്ച് അരമുട്ടായി തിന്നവൻ്റെ സന്തോഷവുമല്ല, എന്നാൽ തൻ്റേത് പങ്കിട്ടവൻ അനുഭവിക്കുന്ന ഒരു നിർവൃതിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രളയബാധിത സമയത്തൊക്കെ ധാരാളം മത്സ്യത്തൊഴിലാളികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പുറപ്പെട്ടായിരുന്നു. ആരുടെയും പേരും ഒന്നും നമുക്കറിയത്തില്ല. അനേകം ആൾക്കാർ വീടും കൂടുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ പട്ടണങ്ങളിൽ വന്ന് അതിസമ്പന്നരായ ആൾക്കാർ, ഒരിക്കലും ഇവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യാത്ത ആൾക്കാരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി വന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനകത്തൊക്കെ കാണിക്കുന്ന ഒരു സുഹൃതമാണ്. എൻ്റെ കൈകൊണ്ട് ഞാൻ 15 പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും വസന്തം എന്നത് ആപ്പിൾക്കൂട്ടിലും അതുപോലെ ഈ ആട്ടിടയന്മാരുടെ ഇടയിലും കാണുന്ന ദിവ്യമായ സന്തോഷമാണ്. അതാണ് ഭൂമിയിൽ സമാധാനവും സ്വർഗത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ സമാധാനവും എന്ന് മാലാഖമാർ പാടുന്നതിൻ്റെ ആ സമ്പൂർണമായ സുഹൃതം തങ്ങളുടെ ജീവിതത്തെ അനുഭവിപ്പാൻ സാധിക്കും. അത് സത്രത്തിലുള്ളവർക്ക് അത് അനുഭവിപ്പാൻ സാധിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന
ഒരു ശിശുവിനെ നിങ്ങൾ കാണും, ഇതാണ് അടയാളം. ഈ അടയാളം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തിരസ്കരണത്തിൻ്റെയും നിഷ്കാസനത്തിൻ്റെയും സ്വാർത്ഥതയുടെയും നമ്മളുടെ മനസാക്ഷിയില്ലായ്മയുടെയും ശേഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കഥയുണ്ട്. ആ കഥ ഒരു ആഫ്രിക്കൻ സ്റ്റോറിയാണ്. ഒരു നരവംശാസ്ത്രജ്ഞൻ, ഒരു ആന്ത്രോപോളജിസ്റ്റ്, ഒരു ആഫ്രിക്കൻ ട്രൈബൽ കുട്ടികളുടെ ഒരിടയിൽ നടത്തിയ ഒരു കളിയാണ്. ആ കളിയിൽ ഒരു കൂടെ ചോക്ലേറ്റ്സ് വെച്ചിരിക്കുകയാണ്. 100 മീറ്റർ അകലെയാണ്. അന്നേരം ഈ കുട്ടികളെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരന്നേരം ഇദ്ദേഹം ഒരു അടയാളം കൊടുക്കുമ്പോൾ അവർ അവിടെ നിന്ന് ഓടി വന്ന് ആദ്യം വരുന്നവർക്ക് ഈ ഒരു കൂടെ മുട്ടായി എടുക്കാം എന്നുള്ളതാണ്. അവർക്ക് സമ്മാനമായിട്ടാണ് ഈ വില കൂടിയ ചോക്ലേറ്റ്സ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം വിസിലടിച്ചു. കുട്ടികൾ ഓടി വരേണ്ടതാണ്. പക്ഷേ ആ കുട്ടികൾ പരസ്പരം കൈകോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് ഈ ചോക്ലേറ്റ് പാക്കറ്റ്സിൻ്റെ അടുക്കൽ വരികയും ഈ ചോക്ലേറ്റ് പാക്കറ്റ്സ് പൊട്ടിച്ച് ഉള്ളത് എല്ലാവരും പങ്കിട്ട് നുണയുകയും ചെയ്തു. ഇത് അദ്ദേഹത്തെ വളരെയധികം സംശയാലുവാക്കി. ഇദ്ദേഹം ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഇതിന് കാരണം അവരുടെ ഭാഷയിൽ പറഞ്ഞു ഉബുണ്ടു എന്ന് പറഞ്ഞു. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ആം ബിക്കോസ് വി ആർ. ഞങ്ങൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത് എന്നത്. ഞാൻ എന്നാൽ ഞങ്ങളാണ്, ഞങ്ങളില്ലെങ്കിൽ ഞാനില്ല. ഇതാണ് ഉബുണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ആ കുട്ടികൾ ഇങ്ങനെ ആ നരവംശാസ്ത്രജ്ഞനോട്, ഈ ഗെയിം നടത്തിയ ആളിനോട് പറഞ്ഞു, ഹൗ ക്യാൻ വൺ ഹാപ്പി വെൻ ഓൾ ദി അതേഴ്സ് ആർ സാഡ്? ഹൗ ക്യാൻ വൺ ഹാപ്പി വെൻ ഓൾ ദി അതേഴ്സ് ആർ സാഡ്? എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ എനിക്ക് മാത്രമായി എങ്ങനെ ഒറ്റപ്പെട്ട് സന്തോഷിക്കാൻ സാധിക്കും? എല്ലാവരും ദുഃഖത്തിലായിരിക്കുമ്പോൾ എനിക്ക് മാത്രം എങ്ങനെ സന്തോഷിക്കാനാകും? പ്രിയരെ, ഈ സത്രത്തിൻ്റെ ഉള്ളിൽ, വഴിയമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരാൾക്കെങ്കിലും ഇവിടെ മറിയയുടെ കുടുംബം ദുഃഖിക്കുമ്പോൾ ഞങ്ങൾക്കങ്ങനെ സുഖമായി ഉറങ്ങുവാൻ സാധിക്കും എന്നൊരാകുലത ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ കുഞ്ഞിൻ്റെ രോദനമോ പ്രസവിച്ചെഴുന്നേറ്റ ഈ അമ്മയുടെ നിലവിളിയോ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിറകൈകളോടെ നിൽക്കുന്ന, ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി തലപുകഞ്ഞുകൊണ്ടാകുന്ന ജോസഫിൻ്റെയോ വികാരത്തെയോ വിചാരത്തെയോ മനസ്സിലാക്കി ഉറക്കം നഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ ആർക്കെങ്കിലും ഈ സത്രത്തിലുണ്ടായിരുന്നുവെങ്കിൽ, പ്രിയരെ, ക്രിസ്മസിൻ്റെ അടയാളം പുൽക്കൂടും ആ പശുത്തൊട്ടിയിൽ കിടക്കുന്ന മനുഷ്യക്കുട്ടിയും ആകുമായിരുന്നില്ല. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ അടയാളം നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം അരങ്ങേറുകയാണ്. ഒരു വശത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ്, മറ്റൊരു വശത്ത് അനാഥരും, ദേശത്ത് പാർക്കുവാൻ സ്ഥലമില്ലാത്തവരും, ചികിത്സിക്കുവാൻ പണമില്ലാത്തവരും, ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവരും, തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരും, തൊഴിൽ ലഭിക്കാത്തവരുമായി നിൽക്കുകയാണ്. ഈ 2018 വർഷം പിന്നിടുമ്പോഴും, നമ്മളുടെ ഒരു 2 സഹസ്രാബ്ദം പിന്നിട്ട് നിൽക്കുമ്പോഴും, അന്ന് ആദ്യത്തെ തിരുപ്പിറവിയിൽ കണ്ട ആ പിറവി ദിനത്തിൽ കണ്ട അടയാളം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പലയിടങ്ങളിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ധാരാളം കുഞ്ഞുങ്ങൾ, ഇടം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയല്ലേ? നമ്മളുടെ ഓരോ ദിവസത്തെയും യാത്ര മറിയമാരെ ഒഴിവാക്കിയുള്ള യാത്രയാണ്. വളരെ തന്ത്രപരമായി നമ്മൾ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയുള്ള യാത്രയാണ്. അനാഥരെയും വിധവമാരെയും ദരിദ്രരെയും ഒഴിവാക്കിയുള്ള, തള്ളപ്പെട്ടവരെ ഒഴിവാക്കിയുള്ള, ബലഹീനരെ ഒഴിവാക്കിയുള്ള ഒരു യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കണം, നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അടയാളം തേടിയുള്ള യാത്രയിലായിരിക്കണം. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ നമ്മളെ തട്ടി ഉണർത്തുകയാണ്. വെളിമ്പ്രദേശത്ത് താമസിക്കുന്ന ആട്ടിടയർ പറയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഒരു പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ആ കുഞ്ഞിനെ പോയി കണ്ട് നമസ്കരിക്കണം. യേശു കൊട്ടാരത്തിലല്ല എന്ന് ക്രിസ്മസ് പ്രസ്താവിക്കുന്നു. യേശു എല്ലാവരും സ്വസ്ഥമായി സുഖമായി സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി ഉറങ്ങുന്ന സത്രങ്ങളിലോ വഴിയമ്പലങ്ങളിലോ അല്ല യേശു എന്നീ ക്രിസ്മസ് പ്രസ്താവിക്കുന്നു. യേശു എല്ലാവരും തള്ളപ്പെട്ട, ആരും ശ്രദ്ധിക്കാത്ത, വെളിമ്പ്രദേശത്ത് താമസിക്കുന്ന ആട്ടിടയന്മാർക്ക് കയറി ചെല്ലാവുന്ന ആ പശുത്തൊട്ടിയിലാണ് യേശു ഉള്ളത്. ടാഗോർ പറയും, നിങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തെ കാണില്ല. കണ്ണുകൾ തുറന്ന് ആ പണിയെടുക്കുന്നവരുടെയും ആ പാടങ്ങളിൽ ചേറുപുരണ്ട് നിൽക്കുന്ന പണിയാളന്മാരുടെയും ഇടയിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ ദൈവത്തെ കാണാം എന്ന് പറയുന്ന
വാക്കുകൾ ഈ ക്രിസ്മസിലും നാം ധ്യാനിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2018 ക്രിസ്മസ് അനുഗ്രഹമായി ആസ്വദിപ്പാനും ആഘോഷിപ്പാനും ആരോടൊത്ത് എവിടെ ആഘോഷിക്കണം എന്ന് ഉചിതമായി തീരുമാനമെടുക്കുവാനും ഈ നാളുകളിൽ യേശു എവിടെയെന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിലേക്കല്ല പുൽക്കൂട്ടിലേക്ക് നോക്കുവാൻ ആ പശുത്തൊട്ടിയിൽ എല്ലാവരാലും നിഷേധിക്കപ്പെട്ടതിൻ്റെ അടയാളമായി നിൽക്കുന്ന ആ കുടുംബത്തെ പോയി കാണാനും സാധിക്കണം. ആ കുടുംബം അങ്ങ് അകലെയൊന്നുമല്ല. ആ കുടുംബം എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, എൻ്റെ കോർപ്പറേഷനിൽ ഞാൻ താമസിക്കുന്ന ആ റവന്യൂ വില്ലേജിൻ്റെ ഉള്ളിൽ ഒരു കുടുംബം ഇങ്ങനെ ഉണ്ടാവും. ആ കുടുംബത്തെ പോയി കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് അന്വർത്ഥമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുകയും ആട്ടിടയന്മാർക്ക് ആശംസ നേർന്ന മാലാഖമാരുടെ ശബ്ദം ഹൃദയത്തിൽ തുടിക്കുകയും നമ്മളുടെ സ്വകാര്യമായ സത്രങ്ങളെ ഈ ലോകത്തിലെ മനുഷ്യപുത്രന്മാർക്ക് വേണ്ടി, മറിയമാർക്ക് വേണ്ടി തുറന്നിടുവാനും അങ്ങനെ ഈ ക്രിസ്മസ് അനുഗ്രഹമായി തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.